ഈ റമദാൻ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര. 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി. ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് മറിയുമ്മ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനിലെ 96-ാമത്തെ അധ്യായമായ സൂറത്തുൽ അലക്കിനെയാണ്. ഈ സൂറത്തിന് 19 വചനങ്ങളാണുള്ളത്. ഇതൊരു മക്കിയ സൂറത്താണ്. ഈ സൂറത്തിന്റെ പേര് സൂറത്തുൽ അലക്ക് എന്നുള്ളത് ഈ സൂറത്തിന്റെ തന്നെ 2-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ പദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ വഹി ലഭിച്ചിരുന്നത് സ്വപ്നത്തിലൂടെയായിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാം. സത്യമായി പുലരുന്ന സ്വപ്നങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകാന്തത ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒറ്റയ്ക്കിരിക്കുക എന്ന തോന്നലോടുകൂടി പല ദിനരാത്രങ്ങളും ഹിറാ ഗുഹയിൽ കഴിച്ചുകൂട്ടുക പതിവായി. കൊണ്ടുപോയ ഭക്ഷണം തീരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ അടുത്തേക്ക് വന്ന് ഭക്ഷണം കൊണ്ടുപോയിരുന്നുവെന്നും ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുകൊടുത്തിരുന്നുവെന്നുമൊക്കെ ഹദീസുകളിൽ കാണാം. അന്ന് ഖദീജ ബീവിക്ക് 55 വയസ്സാണ് പ്രായം. ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ കഴിച്ചുകൂട്ടുന്നതിനിടയിൽ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ വായിക്കുക എന്ന് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വായിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. അത് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിപ്പിടിക്കുകയും എന്നിട്ട് വീണ്ടും ഇഖ്റ നീ വായിക്കുക എന്ന് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. മൂന്നാമതും ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ കൂട്ടിപ്പിടിക്കുകയും എന്നിട്ട് ഓതി കൊടുക്കുകയും ചെയ്യുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയ 5 വചനങ്ങൾ. ഈ സൂറത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. 1 മുതൽ 5 വരെയുള്ള 1-ാമത്തെ ഭാഗവും 6 മുതൽ 19 വരെയുള്ള 2-ാമത്തെ ഭാഗവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ട ഖുർആൻ വചനങ്ങളിൽ ഏറ്റവും ആദ്യം ഇറങ്ങിയത് ഈ 1-ാമത്തെ ഭാഗമായ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ്. ഈ സൂറത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 1-ാമത്തെ ആയത്തും 3-ാമത്തെ ആയത്തും തുടങ്ങുന്നത് ഇഖ്റ നീ വായിക്ക് എന്നൊരു കൽപ്പനയോട് കൂടിയാണ് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ് ഇതിൽ. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ പേരിൽ നീ വായിക്കുക. മനുഷ്യനെ അവൻ അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു. മനുഷ്യനെ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് അവൻ. മനുഷ്യനെ അവൻ അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തവനാണ് അവൻ. 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിനെ കുറിച്ച് ഒരു സൂചന നൽകുന്നു. 2-ാമത്തെ ആയത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നു. 1-ാമത്തെ ആയത്തിൽ ഏതൊരു സത്യാന്വേഷണവും ഏതൊരു ഗവേഷണവും തുടങ്ങേണ്ടത് അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് എന്നൊരു സൂചനയും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. പിന്നീട് 6 മുതൽ 19 വരെയുള്ള ആയത്തുകൾ അബൂജഹലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് അഭിപ്രായമുണ്ട്. എന്നാൽ 9 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് അബൂജഹലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. മനുഷ്യർ അഹങ്കാരിയായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിക്കുന്നതിനെ കുറിച്ചും ആ അള്ളാഹുവിലേക്കാണ് മനുഷ്യന്റെ മടക്കമെന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ് 6, 7, 8 ആയത്തുകളിലൂടെ. ഇത്രയൊക്കെ ചെയ്തിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മനുഷ്യർ ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച ശേഷം അതിരു കവിഞ്ഞ് അഹങ്കാരിയായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അത്തരക്കാരെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യ, നിന്റെ മടക്കം അള്ളാഹുവിലേക്ക് തന്നെയാണ് എന്നുള്ളത്. പിന്നീട് 9 മുതലുള്ള ആയത്തുകൾ നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിനെ ശക്തിയായി എതിർത്ത് ഭീഷണി മുഴക്കിയ അബൂജഹലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറെ വിദ്വേഷം വെച്ച് പുലർത്തിയിരുന്ന, സമ്പത്തിന്റെ ഉത്തുംഗതയിൽ വിരാജിച്ചിരുന്ന, ഇസ്ലാമിന്റെ പ്രവാചകനും മുസ്ലിങ്ങൾക്കുമെതിരിൽ ക്രൂരമായ മർദ്ദനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂജഹൽ. 9, 10 ആയത്തുകൾ ആ സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെയും അതിനെ എതിർത്ത അബൂജഹലിന്റെ ഭീഷണിയെയും സംബന്ധിച്ചത്. പിന്നീട് 11, 12 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. 13 മുതൽ 18 വരെയുള്ള ആയത്തുകൾ അബൂജഹലിനെ കുറിച്ചും അബൂജഹലിനുള്ള ശിക്ഷയെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്.
പിന്നീട് അവസാനത്തെ ആയത്തിൽ 19-ാമത്തെ ആയത്തിൽ ഒരു വിലക്കും 2 കൽപ്പനയുമാണ് ഉള്ളത്. ഒരു വിലക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഒരിക്കലും അബൂജഹലിനെ വഴങ്ങിക്കൊടുക്കരുത്, അബൂജഹലിനെ അനുസരിക്കരുത് എന്നതാണ് വിലക്ക്. 2 കൽപ്പനകൾ എന്നുള്ളത് വസ്ജുദ് വഖ്തരിബ്, നീ നിന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക, എന്നിട്ട് റബ്ബിന്റെ സാമീപ്യം സിദ്ധിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുജൂദിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, ഇബാദത്തിലൂടെ, നമസ്കാരത്തിലൂടെയൊക്കെ അതൊക്കെ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയൊക്കെയാണ് സൂറത്തുൽ അലക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് അതിനെ ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.